Hi friends, welcome all of you. ഇത് റീന വി ജോർജ് ഫ്രം RVG Insights. ഇന്ന് നമ്മൾ സീനിയർ സിറ്റിസൺസിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോകളിലായി എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. ഹായ് ഫ്രണ്ട്സ്, 60 ആൻഡ് എബവ്, അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞു. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ നമുക്ക് സർട്ടൺ മണി നമുക്ക് ലഭ്യമായിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മുൻഗണന എന്താണ്? ഇവിടെ നമുക്ക് സേഫ്റ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇല്ലേ? നമ്മുടെ ഈ പ്രായത്തിൽ ഇനി നമുക്ക് ഈ പണം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ സേഫ്റ്റി ഒന്നാമത്തെ പ്രിഫറൻസ് ആണ്, അല്ലെങ്കിൽ പ്രയോറിറ്റിയാണ്, അല്ലേ? പിന്നെ നമുക്ക് വേണ്ടത് ഒരു റെഗുലർ ഇൻകം ആണ്. അതായത് നമുക്ക് മന്ത്ലി എക്സ്പെൻസുകൾക്ക് വേണ്ടി ഒരു എമൗണ്ട് വേണം. പക്ഷെ നമുക്ക് ഈ പൈസയിൽ നിന്ന് എടുത്ത് ചിലവാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അത് നമുക്ക് ഭാവിയിൽ ഇപ്പൊ നമുക്ക് എത്ര കാലം വേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് ആ പണം എടുത്ത് ചെലവാക്കി ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ക്യാപിറ്റലായി വെച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു മന്ത്ലി ഇൻകം വേണം. പിന്നെ അതോടൊപ്പം ഈ മണി വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഉണ്ടാകും, അല്ലെ? നമുക്ക് ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ 2 വർഷം കഴിയുമ്പോൾ കിട്ടില്ല. നമുക്ക് അതിനനുസരിച്ച് ഒരു ഗ്രോത്തും കൂടി നമ്മുടെ പൈസക്ക് വേണം. ഒരു ഗ്രോത്തും നമ്മുടെ പ്രിഫറൻസിൽ പെടുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് ഒരു 60 എബവ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. സേഫ്റ്റി ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു മന്ത്ലി ഇൻകം വേണം, അതോടൊപ്പം മണി ഗ്രോ ചെയ്യുകയും വേണം. എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം? അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ 10 lakhs ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പൊ 10 lakhs അല്ല, 1 lakhs ആണെങ്കിൽ അതിന് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഒരു 10 lakhs ഉണ്ടോ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ ഇത്ര രൂപ ഇന്ന രീതിയിൽ, ഇത്ര രൂപ ഇന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കെ, ലെറ്റ് us start. അപ്പോൾ സേഫ് ആൻഡ് റെഗുലർ ഇൻകം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 6 lakhs മാറ്റിവെക്കുകയാണ്. 60%, അല്ലെങ്കിൽ ഈ 10 ലക്ഷത്തിൽ 6 ലക്ഷം നമ്മൾ ഇങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. സീനിയർ സിറ്റിസൺസ് സേവിംഗ് സ്കീം, SCSS എന്ന് പറയും. ഇതില് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്, ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്. അതുകൊണ്ട് ഇതിന് 100% എന്താണ്, സേഫ്റ്റി ഉണ്ട്, അല്ലെ? SCSSന് 8.2% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. പിന്നെ ഇത് ക്വാർട്ടർലി പേ ഔട്ട് ആണ്, അതായത് 3 മാസം കൂടുമ്പോഴാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുക. അത് ബാങ്കിൽ വേണമെങ്കിൽ, പോസ്റ്റ് ഓഫീസിൽ വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കിട്ടും, ബാങ്കിൽ വേണമെങ്കിൽ ബാങ്കിലകത്തൊക്കെ വരും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പേ ഔട്ട്സ് വരുന്നത് മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എന്നിങ്ങനെ ഈ മാസങ്ങളിലാണ്. ഓക്കെ, അപ്പൊ ഇതില് മാക്സിമം 30 lakhs ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒരാൾക്ക് ഒരു അക്കൗണ്ടിൽ. പിന്നെ മറ്റൊരു കാര്യം ഇതിനുള്ളത്, ഇത് ലോക്ക് ഇൻ ഫോർ 5 years ആണ്. അതായത് 5 years വരെ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്ക് ഈ 8.2% ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അതായത് ലിക്വിഡിറ്റി കുറവാണ്, നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല. 5 വർഷത്തേക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്ക് 1 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. 1 മുതൽ 1.5 വരെ റേറ്റ് കുറച്ചിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പൊ ഈ പണം നമ്മൾ 5 വർഷത്തേക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി അത് വേണമെങ്കിൽ 8 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 5 years എക്സ്റ്റെൻഡബിൾ ടു 8 ആണ്. ഇവിടെ ഒരു സ്റ്റഡി ക്വാർട്ടർലി ഇൻകം നമുക്ക് കിട്ടും. സേഫ് ആൻഡ് റെഗുലർ ഇൻകം കിട്ടത്തക്ക വിധമുള്ള മറ്റൊരു ഓപ്ഷൻ ആണ് സീനിയർ സിറ്റിസൺസ് ബാങ്ക് FD.
ഇത് കുമുലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ബാങ്ക്സ് SBI എന്ന് പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്കിനും ഉണ്ട്, മറ്റു പല ബാങ്കുകൾക്കും ഉണ്ട്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് SBI ഫെഡറൽ ബാങ്ക് എടുത്തു എന്നേ ഉള്ളൂ. ഇവര് 0.5% എക്സ്ട്രാ ഇൻട്രസ്റ്റ് സീനിയർ സിറ്റിസൺസിന് നൽകും. അപ്പോൾ 7.5 മുതൽ 8% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചൂസ് മന്ത്ലി ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് മന്ത്ലി ഇൻകം വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മന്ത്ലി ഇൻട്രസ്റ്റ് പേ ഔട്ട് ഓപ്ഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ മുൻപോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 lakhs ഈ 2 സ്കീമിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് മോഡറേറ്റ് ഗ്രോത്ത് വേണം, അതുപോലെ തന്നെ ലിക്വിഡിറ്റി വേണം. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ SC/SS നമ്മൾ 5 yearsനാണ് അതിനൊരു ലോക്കിൻ ഉണ്ട്. അപ്പോൾ ഈ മോഡറേറ്റ് ഗ്രോത്തും ഈ ലിക്വിഡിറ്റിയും കൂടി നമ്മളുടെ മുൻപിൽ വേണം. പെട്ടെന്ന് നമുക്കൊരു അർജന്റ് വന്നാല് നമുക്ക് പണം എടുക്കണം, ഇല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ 30% അത് കണക്കാക്കിയാണ് ഇടുക, ലിക്വിഡിറ്റിയും ഗ്രോത്തും കണക്കാക്കിക്കൊണ്ട്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം POMIS, ഇതില് നമുക്ക് 7.4% ആനുവൽ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. ലോക്ക് ഇൻ 5 years. എങ്കിൽ പോലും നമുക്കിപ്പോ ആവശ്യം വന്നു കഴിഞ്ഞാൽ, അർജൻസി വന്നു കഴിഞ്ഞാൽ പണം എടുക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വരും എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ മന്ത്ലി സ്കീമിൽ നമ്മൾ ഇൻട്രസ്റ്റ് ലഭിക്കത്തക്ക വിധം ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഫിക്സ്ഡ് മന്ത്ലി ഇൻകം, ഒരു പെൻഷൻ പോലെ മന്ത്ലി ഇൻകം നമുക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു ഇതാണ് ഷോർട്ട് ടേം ഡെബിറ്റ് മ്യൂച്വൽ ഫണ്ട് ഓർ ഹൈബ്രിഡ് ഫണ്ട്സ്. ഇവിടെ സേഫർ ദാൻ ഈക്വിറ്റി ആണ്. FD-യേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുണ്ടാവും. എക്സാമ്പിൾ ആണ്, ഒരു വളരെയധികം ഫണ്ടുകളുണ്ട്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. HDFC ഷോർട്ട് ടേം ഡെബ്റ്റ് ഫണ്ട്, ICICI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എക്സെട്ര. ഇത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് മന്ത്ലി ഇൻകത്തിനാണ്. അതോടൊപ്പം ഗ്രോത്തും ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. അടുത്തത് ഇനി 10%, അതായത് 1 lakh നമ്മൾ ഈ രീതിയിലാണ് ഇൻഫ്ലേഷനെ മറികടക്കുന്നതിന്, അതായത് വിലക്കയറ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രോത്തും മുന്നിൽ കണ്ടുകൊണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട്, അതായത് ഗോൾഡ് ബോണ്ട്സ് ആണ് ബാങ്കുകളിലുണ്ട്, അത് നമുക്ക് എടുക്കാം. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 2.5% ആനുവൽ ഇൻട്രസ്റ്റും, പിന്നെ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 8 years ആണ് മെച്യൂരിറ്റി. നമുക്ക് ആഫ്റ്റർ 5 years കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇൻഫ്ലേഷനെതിരായിട്ടും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനും, അതായത് നമ്മളുടെ പണം ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു സേഫ്റ്റി കുറവാണ്. പല സ്ഥലത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും സേഫ്. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം. നമ്മളുടെ മണി എന്താണ്, ഗവൺമെന്റ് ആൻഡ് റെപ്യൂട്ടഡ് ബാങ്ക്സിലാണ് നിക്ഷേപിക്കുന്നത്, അതുകൊണ്ട് ഇത് സേഫ് ആണ്. പിന്നെ മന്ത്ലി ഓർ ക്വാർട്ടർലി ഇൻകം വരുന്നുണ്ട്. ഇൻഫ്ലേഷനെ മറികടക്കുന്നതിനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആ ഇൻകം ഫ്ലോ പ്ലാൻ എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ ഇവിടെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമില് നമ്മൾ 4 lakhs ഇൻവെസ്റ്റ് ചെയ്തു. 8.2% അതിന്റെ കണക്ക് കൂട്ടുമ്പോൾ 32,800 പെർ ഇയർ വരും. ക്വാർട്ടർലി പേ ഔട്ട് വരുന്നത് 8,200 ആണ് ഒരു ക്വാർട്ടർലി അത് വരും, അല്ലെ? അപ്പോൾ ഇതൊരു ലംസം എമൗണ്ട് ആയിട്ട് എവറി 3 months ഒരു ബോണസ് പോലെ നമുക്ക് ലഭിക്കും. എത്ര? 8,200 പെർ ക്വാർട്ടർ. 3 months കൂടുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത മറ്റൊന്നാണ് ബാങ്ക് FD. അതിൽ നമ്മൾ 2 lakhs ആണ് ചെയ്തത്, അല്ലെ? 4 + 2, 4 നമ്മൾ SC/SS ഇട്ടു. ഇവിടെ നമ്മൾ FD ആയിട്ട് നമ്മൾ 2 lakhs ഇട്ടു. അതിന് ഇൻട്രസ്റ്റ് നമ്മൾ 7.8% ഇയർലി എടുത്താൽ 15,600 ഒരു ഇയറിൽ കിട്ടും.
അപ്പൊ നമ്മളുടെ മന്ത്ലി ഇൻകം അതിൽ നിന്ന് വരുന്നത്, നമ്മൾ മന്ത്ലി ഇൻകം ഓപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 1300 അവിടെ മന്ത്ലി ഈ 2 lakhs നിന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ ഒരു സ്മോൾ ഫിക്സ്ഡ് മന്ത്ലി പെൻഷൻ ആയിട്ട് നമുക്കിത് കണക്കാക്കാം. അടുത്തത് 3 lakhs നമ്മൾ POMIS, അതായത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 7.4% ഇയർലി വരുമ്പോൾ 22,200 ഇയർലി. അപ്പൊ അത് മന്ത്ലി വരുമ്പോൾ 1,850 വരും. അപ്പൊ ഇത് നമുക്ക് മന്ത്ലി ആയിട്ട് ഒരു പെൻഷൻ പോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ലഭിക്കും. 1,850 ഈ 3 lakhs നിന്ന് ലഭിക്കുന്നു. ഓക്കെ, ഇനി നമ്മളുടെ ഗോൾഡ് ബോണ്ടില് ഇൻവെസ്റ്റ് ചെയ്ത 1 lakh നമ്മൾ ഓൾറെഡി പറഞ്ഞു 2,500 പെർ ഇയർ ആണ്. ഇതിന്റെ പേ ഔട്ട് സെമി ആനുവൽ ആണ്, 6 months കൂടുമ്പോൾ 1,250 എവരി 6 months. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഗോൾഡിന്റെ വാല്യൂ നമുക്ക് എക്സ്ട്രാ കുഷൻ ആയിട്ട് അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ഈ റിട്ടയർമെന്റ് സാലറിയെ നമുക്ക് ഒന്നുകൂടി നോക്കാം. FD ആയിട്ട് 1,300 പെർ മന്ത്, POMISന് നമുക്ക് 1,850 കിട്ടി. അപ്പോൾ മന്ത്ലി നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 3,150 ലഭിക്കുന്നു അല്ലെ. പ്ലസ് ഈ 3 months ഇവിടെ 8,200 എവറി 3 months. പിന്നെ 6 months നമുക്ക് 1,250. ഓക്കെ, അപ്പോൾ സ്റ്റഡി മന്ത്ലി ഫ്ലോ 3,150, ക്വാർട്ടർലി ബോണസ് അതായത് SC/SS നിന്ന് ക്വാർട്ടർലി നമുക്ക് 8,200, ഹാഫ് ഇയർലി നമുക്ക് 1,250. ഇതിന്റെ കൂടെ നമുക്ക് സേഫ് ആയിട്ട് ക്യാപിറ്റൽ അവിടെയുണ്ട്. സം ഇൻഫ്ലേഷനെ അതായത് വിലക്കയറ്റത്തില് തടയാനായിട്ട് നമുക്ക് ഗോൾഡ് ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പോ നമുക്കൊരു റെഗുലർ സാലറി പ്ലസ് ബോണസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ആനുവൽ ഇൻകം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 32,800, ക്വാർട്ടർലി 8,200 ആയി. 15,600 FDയിൽ നിന്ന് മന്ത്ലി 1,300, POMIS 1,850, ഇത് 6 months 1,250. അപ്പോ ടോട്ടൽ ഇയർലി ഇൻകം ഇവിടെ 73,100 ആണ്. മന്ത്ലി 3,150യും 8,200 ക്വാർട്ടർലിയും 1,250 സെമി ആനുവൽ ആയിട്ടും ലഭിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇയർലി കിട്ടുന്ന ഈ 73,100 നമ്മൾ ബ്രേക്ക് ചെയ്താല് മന്ത്ലി 3,150യും 8,200 ക്വാർട്ടർലിയും 1,250 സെമി ആനുവലും കൂടുമ്പോൾ നമുക്ക് ഒരു മന്ത് കണക്ക് കൂട്ടിയാല് ഏകദേശം 6,100 വരും. 6,100 മന്ത്ലി ഇൻകം ലഭിക്കത്തക്ക വിധമാണ് നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സേഫ്റ്റി ആൻഡ് ഗ്രോത്ത്. ഓക്കെ, പ്ലസ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇവിടെ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആണ്, അതായത് സേഫ്റ്റി ആണ് ഡൈവേഴ്സിഫിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 10 year കുമുലേറ്റീവ് ഇൻകം നോക്കിയാൽ 3,28,000 SC/SS നിന്ന് വരും, 1,56,000 FDയിൽ നിന്ന് വരും, POMISൽ നിന്ന് 2,22,000, SGB ഗോൾഡ് ബോണ്ടിൽ നിന്ന് 25,000. അതായത് ടോട്ടൽ ഈ ഓവർ 10 years നമുക്ക് ലഭിക്കുന്നത് 7,31,000 ആണ്, വിതൗട്ട് ടച്ചിങ് യുവർ 10 lakh ക്യാപിറ്റൽ. അപ്പൊ നമ്മളുടെ 10 lakh ക്യാപിറ്റൽ അവിടെ സേഫ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ 10 year കൊണ്ട് നമുക്ക് 7,31,000 നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. So in 10 years you will have your 10 lakh principal safe ആണ്, 7.3 lakh എക്സ്ട്രാ ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഗോൾഡ് പ്രൈസിന്റെ റൈസ് അനുസരിച്ച് ഗ്രോത്തും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ മന്ത്ലി ഇൻകം ലഭിച്ചു, ക്വാർട്ടർലി പേ ഔട്ട് ഉണ്ട്, ഹാഫ് ഇയർലി പേ ഔട്ട് ഉണ്ട്, ടോട്ടൽ ഇയർലി ആൻഡ് കുമുലേറ്റീവ് ഇൻകം ഇയർ ബൈ ഇയർ നമുക്ക് ലഭ്യമാണ്. നമ്മളുടെ ടോട്ടൽ ഇൻകത്തില് 45% SC/SS നിന്നും, FDയിൽ നിന്ന് 21%, POMISൽ നിന്ന് 30%, 3% ഗോൾഡ് ബോണ്ടിൽ നിന്നും ലഭിച്ച് നമുക്കൊരു വർഷം
7.31 ലാക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു ഗ്രാഫായിട്ട് കാണിച്ചാൽ ഈ രീതിയിലാണ് നമ്മളുടെ കുമുലേറ്റീവ് ഇൻകം 10 ഇയേഴ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. കാരണം 60+ എബവ് ആളുകൾക്ക് ഒരു മന്ത്ലി ഇൻകം പ്ലസ് ഒരു സേഫ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമാണ്. അതോടൊപ്പം ഡൈവേഴ്സിഫിക്കേഷനും ഇൻഫ്ലേഷനും മറികടക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറുപ്പക്കാർക്കുള്ള മറ്റ് ഇൻവെസ്റ്റ് സ്കീംസിലേക്ക് അടുത്ത വീഡിയോകളിലായിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.